ആകാശം നീളെ നിറയും ആത്മാവിൻ ഗന്ധം ചേർത്ത് കാലങ്ങളായി നീ വിരിയാതെ സൂക്ഷിച്ച് മനസ്സിൽ വിരിച്ച കയ്യൊപ്പ് ഈ ജന്മത്തിൻ സ്വന്തം കയ്യൊപ്പ്. സാബു ജോസ്. മകൻ അമലിന്റെ പിറന്നാൾ ദിവസം കൊച്ചി നഗരത്തിലെ 30 അംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നൽകിക്കൊണ്ട് സാബു ജോസ് ആരംഭിച്ചതാണ് ലവ് ആൻഡ് കെയർ. 2003 സെപ്റ്റംബർ 2 ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇപ്പോൾ 23 വർഷങ്ങൾ പിന്നിടുന്നു. തെരുവിലലയുന്ന മനുഷ്യർ ഏറെയുണ്ടെന്നും ഭക്ഷണത്തിനായി വിഷമിക്കുന്നവർ, മാനസിക നില തെറ്റിയവർ, മാരക രോഗം വന്നവർ തുടങ്ങി ജീവിതത്തിന്റെ പുറംപോക്കിൽ ഒറ്റപ്പെട്ടു പോയവരെ സഹായിക്കേണ്ടത് തങ്ങളുടെ കടമയായി കണ്ടുകൊണ്ട് വർഷങ്ങളായി സാബു ജോസും കുടുംബവും സുഹൃത്തുക്കളും ലവ് ആൻഡ് കെയർ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. KCBC പ്രോ ലൈഫ് സംസ്ഥാന സമിതി അംഗം കൂടിയായ സാബു ജോസാണ് ഇന്ന് കയ്യൊപ്പിൽ. വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ കൂടുതലായിട്ട് അറിയാനും അനുഭവിക്കുവാനുള്ളൊരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ചാച്ചൻ നല്ല സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. ദൈവാശ്രയ ബോധത്തിൽ തന്നെ വളരുവാൻ കഴിഞ്ഞതുകൊണ്ട് സമർപ്പിത ജീവിതം അല്ലെങ്കിൽ ഒരു ഡോക്ടറാകുക എന്ന വലിയ ആഗ്രഹത്തോടെ തന്നെയാണ് ചെറുപ്പത്തിൽ പഠിച്ച് വളർന്നത്. എന്നാൽ പിന്നീട് ഡോക്ടറാകാൻ അഡ്മിഷൻ കിട്ടിയെങ്കിലും അല്ലെങ്കിൽ ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്ത് അവിടെയൊക്കെ അഡ്മിഷൻ അല്ലെങ്കിൽ പ്രവേശനം കിട്ടിയെങ്കിലും പിതാവിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് പിന്നീട് ഡിഗ്രിക്ക് ശേഷം തുടരാമെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് ഞാൻ മാധ്യമ പ്രവർത്തന മേഖലയിലും സഭയുടെ പ്രേക്ഷിത മേഖലയിലും കർത്താവ് എന്നെ എത്തിച്ചു എന്നതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷകരമായി ഓർക്കാൻ കഴിയുന്നത്. 1993 ജൂലൈ 4 അഭിമന്യ സെബാസ്റ്റ്യൻ മങ്കൂഴിക്കരി പിതാവ് മാനന്തവാടി രൂപതയിലെ അരിഞ്ചേർമല ഇടവകയിലെ എൽസിയുമായുള്ള വിവാഹം കൽപ്പറ്റ സെൻറ്റ് വിൻസെൻ്റ് പള്ളിയിൽ വെച്ച് ആശീർവദിച്ചു. അതെന്നെ സംബന്ധിച്ചോളം വലിയ ഒരു അനുഗ്രഹവും സഭാ ശുശ്രൂഷയുടെ ഭാഗമായി തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് പല പിതാക്കന്മാരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെയൊക്കെ ഭാഗ്യത്തിൽ മങ്കൂഴിക്കരി പിതാവിൻ്റെ ആ സ്നേഹവും വാത്സല്യവും ഒക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി. പഠിക്കുന്ന കാലത്ത് തന്നെ കോഴിക്കോടുള്ള കാലിക്കറ്റ് ടൈംസിൻ്റെ റിപ്പോർട്ടറായിട്ട് മലബാറിൽ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചു വരികെ മാധ്യമം പത്രത്തിൽ വയനാട്, പിന്നീട് നീലഗിരി, കണ്ണൂർ ഒക്കെ പ്രവർത്തിച്ച് മാധ്യമത്തിൻ്റെ കേരളത്തിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും ഉയർന്ന സർക്കുലേഷൻ കോർഡിനേറ്റർ പദവിയിൽ വരെ എത്തുവാനായിട്ട് അതിൻ്റെ പോളിസി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ കേരളം മുഴുവൻ മാധ്യമ പത്രത്തിന് വേണ്ടി പ്രവർത്തിച്ച നല്ല നാളുകളെ ഞാൻ ഓർക്കുകയാണ്. പിന്നീട് എനിക്ക് പ്രവർത്തിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത് ദീപിക പത്രമായിരുന്നു. പിന്നീട് എൻ്റെ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു വഴിയായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കോഴിക്കോട് യൂണിറ്റ് ആരംഭിച്ചപ്പോൾ അവിടെ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ മാധ്യമ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പ് ഗുഡ് ന്യൂസ് കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ ഒരു പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചത്. അതിൻ്റെ സജീവമായ പുസ്തക പ്രസിദ്ധീകരണങ്ങൾ, ട്രാൻസ്ലേഷന്, ക്ലാസ്സുകൾ ഒക്കെ ആയിട്ട് മുന്നേറുമ്പോഴാണ് ശാലോം പത്രം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ശാലോം അതിൻ്റെ മാധ്യമ ശുശ്രൂഷ സജീവമാക്കിയപ്പോൾ എൻ്റെ സേവനം എറണാകുളം കേന്ദ്രമാക്കി വേണമെന്ന് ആവശ്യപ്പെട്ടു. ശാലോമിൻ്റെ റിപ്പോർട്ടറായി തുടങ്ങി എൻ്റെ ചീഫ് റിപ്പോർട്ടറായി മാറി എറണാകുളം കേന്ദ്രമാക്കിക്കൊണ്ട് വ്യത്യസ്തമായ സഭകളുടെയും റീത്തുകളുടെയും ഒക്കെ വാർത്തകളും ഒക്കെ നൽകുവാൻ പ്രധാന ലേഖകരായിട്ട് മാറി ശാലോമിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ ശാലോം TV ആരംഭിക്കുമ്പോൾ അതിൻ്റെ പ്രൊമോട്ടറായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞതും വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. അതിന് മുമ്പ് ജീവൻ TV ആരംഭിക്കുന്ന ആശയം സഭയിൽ സജീവമായപ്പോൾ അതിൻ്റെ പ്രൊമോട്ടറും ചീഫ് കോർഡിനേറ്ററുമായി
മാവൂസിലും എറണാകുളത്ത് ചാവറയിലും ഒക്കെ ജീവൻ TV സഭയുടെ ഒരു വലിയ മാധ്യമ സംവിധാനം എന്ന നിലയിൽ ഡിവൈൻ ധ്യാനകേന്ദ്രമൊക്കെ ആയിരുന്നല്ലോ അതിൻ്റെ ആദ്യത്തെ സ്ഥാപകർ. ആ സമയത്ത് വലിയ ഒരു ശുശ്രൂഷ പ്രവർത്തനങ്ങൾ 20ലധികം പ്രൊമോട്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുവാനുള്ള സാധ്യതയും സാഹചര്യവും എനിക്ക് ലഭിച്ചു. അത് സഭയോടൊത്തുള്ള മാധ്യമ പ്രേക്ഷിത ദൗത്യം സുവിശേഷ പ്രവർത്തനത്തിൻ്റെ അവസരങ്ങളായിട്ടാണ് ഞാൻ ഇപ്രകാരമുള്ള അവസരങ്ങളെ ഒക്കെ കണ്ടത്. ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ എഴുതാനും അതിനോട് ചേർന്ന് ഫീച്ചറുകളൊക്കെ എഴുതാൻ സാധിച്ചതും ഞാൻ ഓർക്കുന്നു. ശാലോമിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ അതിൻ്റെ ഭാഗമാകാനായിട്ട് കഴിഞ്ഞത് ഒക്കെ ഓർക്കുന്നു. അതുപോലെ റാണി മരിയ യുടെ ഘാതകൻ സമന്ദർ സിംഗ് വന്നപ്പോൾ മനോരമയുടെ സൺഡേയിൽ വളരെ മനോഹരമായൊരു ഫീച്ചർ അവർ കൊടുത്ത് അത് ഞാൻ സാക്ഷിയായിരുന്നു അവിടെ. അത് പിന്നീട് പല മാധ്യമങ്ങളും ശാലോം അടക്കം അത് ഫീച്ചറും ഡോക്യുമെൻ്ററിയൊക്കെ ആയിട്ട് നൽകിയത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ബാല്യത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ദൈവവിളി തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു എന്നതാണ് ഞാൻ അറിയുക. ഉറച്ച ദൈവാശ്രയത്വത്തിലേക്കും ഒരു ദൈവവിളിയിലായിരിക്കണം ജീവിതമെന്ന ബോധ്യം എനിക്ക് ആ കാലഘട്ടത്തിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ ലഭിച്ചു എന്നത് പിന്നീടുള്ള എൻ്റെ പഠനത്തിലും എൻ്റെ പ്രവർത്തന മേഖലയിലും അത് സെക്കുലർ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും പിന്നീട് ശാലോമിൻ്റെ ശുശ്രൂഷകളിൽ വരുമ്പോഴും പിന്നീട് എനിക്ക് പടിപടിയായിട്ട് സഭയുടെ പല മേഖലയിലേക്ക് പ്രവർത്തിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. ഞാൻ എഴുത്തുമായി ബന്ധപ്പെട്ട് ഈ ഗുഡ് ന്യൂസ് കമ്മ്യൂണിക്കേഷനിൽ മലബാറിൻ്റെ കുടിയേറ്റ ചരിത്രം കൊച്ചി എയർപോർട്ട് ആരംഭിച്ചപ്പോൾ അതിൻ്റെ 2 എഡിഷനിലായ ഒരു പുസ്തകം, മലബാറിലെ മാഹി പള്ളിയെക്കുറിച്ചുള്ള പ്രഥമ പുസ്തകം, കുറവലങ്ങാട് പള്ളിയെ ചരിത്രം കുരിക്കൂറച്ചൻ എഴുതി അത് 3 എഡിഷൻ പബ്ലിഷ് ചെയ്തു. മലയാറ്റൂരിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിനെ കുറിച്ചുള്ള ആധികാരികമായ ആദ്യത്തെ പുസ്തകം അത് മലയാളത്തിൽ, പിന്നീട് ഇംഗ്ലീഷിൽ, അത് തമിഴിലേക്ക് മൊഴിമാറ്റി. ഇതൊക്കെ പ്രകാശനം ചെയ്തത് വർക്കിപ്പിതാവും തൂങ്കുഴി പിതാവും കുണ്ടുകുളം പിതാവും ഒക്കെ ആയിരുന്നത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ യേശു ഏകരക്ഷകനോ PT ചാക്കോ സാറിൻ്റെ പുസ്തകം, അങ്ങനെ വ്യത്യസ്തമായ നിരവധി പുസ്തകങ്ങൾ എഴുതിച്ചു പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നൊരു കാലയളവ്. പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യം, യാക്കോബായ സഭയുടെ വിന്യാസോസ് തിരുമേനി കത്തോലിക്ക ബാവ ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് തയ്യാറാക്കിയ ശ്വാസ വെളിച്ചവുമായ വിശുദ്ധിയുടെ പാതയിൽ പുത്തൻകുരിശിൽ അന്ന് പാത്രിയാർക്കാ സെൻറ്റർ പണി തുടങ്ങുന്നേ ഉള്ളൂ. അദ്ദേഹത്തെ കണ്ട് ആ വലിയൊരു പുസ്തകം, 300ലധികം പേജുള്ള പുസ്തകം, ആ സഭയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സമഗ്രമായ പുസ്തകമായിരുന്നു. കേരളത്തിലെല്ലാ മെത്രാന്മാരും ഭരണാധികാരികളും ഒക്കെ ആ പുസ്തകത്തിൽ എഴുതി അന്നത്തെ പാത്രിയാർക്കീസ് ബാവ ആശംസ നൽകി. അപ്പോൾ പുസ്തക പ്രസിദ്ധീകരണ മേഖലയിൽ ക്രൈസ്തവ ഒരു പ്രേക്ഷിത ദൗത്യമായി മുന്നോട്ട് പോകുമ്പോഴാണ് ശാലോമിൽ എൻ്റെ സേവനം വേണമെന്ന് പറയുകയും ഞാൻ അതിൽ സജീവമാകുകയും ഗുഡ് ന്യൂസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയോ അല്ലെങ്കിൽ അത് മന്ദീഭവിക്കുകയോ ഒക്കെ ചെയ്തു. ഈ കാലയളവിൽ ദൈവം ഞാൻ ഓർക്കുകയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യത്യസ്തമായ പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ, കോഴിക്കോടും ഈ ഗൂഡല്ലൂരൊക്കെ വെച്ച് കണ്ട ചില അനുഭവങ്ങൾ. തെരുവിൽ മനുഷ്യർ ആഹാരത്തിന് വേണ്ടി തെരുവ് നായ്ക്കളുമായി പോലും കലഹിക്കുന്ന, വിശന്നു വലയുന്ന ധാരാളം പേര് ഞാൻ തെരുവോരങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതെന്നെ വളരെ വിഷമിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങൾ പാലാരിവട്ടത്ത് താമസിക്കുമ്പോൾ മോൻ്റെ 8ാം ജന്മദിനത്തിന് അന്നെൻ്റെ ചാച്ചനും അമ്മയൊക്കെ ഉണ്ട്. തെരുവിലുള്ള മനുഷ്യരെ, അവരുടെ വേദനകൾ, വിശപ്പിൻ്റെ വിളി അറിയണം മക്കൾ എന്നോർത്ത് അമലിൻ്റെ 8ാം ജന്മദിനത്തിന് 2003 സെപ്റ്റംബർ മാസം 2-ാം തീയതി ആ ദിവസം 25 പേർക്ക് ഇഡ്ഡലിയും കറികളും ഒക്കെ ഉണ്ടാക്കി ചാച്ചനും അമ്മയൊക്കെ പാക്ക് ചെയ്തു. മോൻ 3-ലും മോളെ ഏഞ്ചൽ 1-ലുമാണ്. എന്നാൽ എൻ്റെ 2 വീലറിൽ ഈ നഗരത്തിലുള്ള അലിഞ്ഞു തിരിയുന്ന മനുഷ്യരുണ്ട്,
പ്രത്യേകിച്ച് മാനസിക രോഗികളായ ആൾക്കാർ. ഇപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രമൊക്കെ എത്രയോ പേര് സംരക്ഷിക്കുന്നു കേരളത്തിൽ. അങ്ങനെ ഒത്തിരി സംഘടനകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അലഞ്ഞു തിരിയുന്ന അഗതികളുണ്ട് എന്നത് കുഞ്ഞുങ്ങൾ അറിയുകയും ആ നാളുകളിലൊക്കെ പത്രവാർത്ത ഉണ്ടായിരുന്നു കൊച്ചി നഗരത്തിൽ ഇപ്രകാരമുള്ള മനുഷ്യരെക്കുറിച്ച്, മരണാസന്നരെക്കുറിച്ച് പോലും. അപ്പോൾ 25 പേർക്കുള്ള ഇഡ്ഡലിയുമായിട്ട് പാലാരിവട്ടത്തെ എൻ്റെ വീട്ടിൽ നിന്ന് മോനും മോളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ തന്നെ 25 ആ ഫുഡ് പാക്കറ്റും തീർന്നു. ഞാൻ കലൂർ നൊവേന പള്ളിയുടെ അടുത്തെത്തുമ്പോൾ ഒരു സ്ത്രീ കുഞ്ഞുമായിട്ട് വന്ന് കൈ നീട്ടുന്നു. അവർക്ക് കൊടുക്കാൻ പൊതികൾ തീർന്നു. മോളപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ എന്ന്. ഞങ്ങൾ കഴിക്കാതെയാണ് പോകുന്നത്, 7:30-ക്കാണ് പോകുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എവിടെയാണ് വീട്. അവർ പറഞ്ഞു വിശന്നിട്ടാണെന്നാണ് ഒരു ഉത്തരം പറഞ്ഞത്. ഞാൻ പറഞ്ഞു പോയിട്ട് വരാമെന്ന് പറഞ്ഞു. കലൂരിൽ നിന്ന് പാലാരിവട്ടത്ത് പോയി വീണ്ടും 5 പാക്കറ്റ് ഇഡ്ഡലിയും ഭക്ഷണ പൊതികളൊക്കെ ആയിട്ട് വന്ന് അവർക്ക് കൊടുത്ത ഒരു അനുഭവം, വലിയൊരു സന്തോഷവും കുഞ്ഞുങ്ങൾക്ക് സംതൃപ്തിയും ഒക്കെ ഉണ്ടായ ഒരു ദിവസമായിരുന്നു 2003 സെപ്റ്റംബർ 2. അത് വലിയൊരു പദ്ധതിയുടെ തുടക്കമായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഒരു ദിവസത്തേക്ക് എൻ്റെ മക്കൾക്ക് തെരുവിലുള്ള മനുഷ്യരെ കാണുവാനുള്ള അവസരം ഒരുക്കിയതാണ്. എന്നാൽ അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ സുഹൃത്ത് അയൽക്കാരനായ പരീക്ഷ കൗൺസിലുണ്ടായിരുന്ന AC ജോയി ചേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചു. അതുപോലെ പോൾ പറമ്പി. ഇവരത് കേട്ടപ്പോൾ നമുക്കത് എല്ലാ ദിവസവും തന്നെ കൊടുക്കാൻ പറ്റണം എന്നൊക്കെ എന്നോട് പറഞ്ഞ് പ്രചോദനം നൽകി. ഞാൻ പറഞ്ഞു അത് എളുപ്പമല്ല, കാരണം എല്ലാ ദിവസവും രാവിലെ പോകുക, ഫുഡ് കൊടുക്കുക എന്നത്. ജോയിച്ചേട്ടൻ എൻ്റെ മക്കളെ 2 ദിവസം ഫുഡ് തരാൻ ഏൽപ്പിച്ചു. അത്ഭുതകരമെന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ആ ഭക്ഷണ വിതരണം ദൈവം വഴി നടത്തി എന്നുള്ളതാണ്. അതിന്ന് ഞാൻ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് 30,000-ലധികം കുടുംബങ്ങൾ കൊച്ചി നഗരത്തിൽ ആഹാരം നൽകുന്ന പദ്ധതിയായത് വളർന്നു. അതിനെ ലവ് ആൻഡ് കെയർ എന്നാണ് പേരിട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷയെക്കുറിച്ചുള്ള, കാരുണ്യത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിലുള്ള പേരാണ് ലവ് ആൻഡ് കെയർ എന്നുള്ളത്, സ്നേഹവും കരുണയും എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ ആഹാര വിതരണം, പ്രഭാത ഭക്ഷണം കൊടുക്കലൊരു പതിവായി മാറി. പാലാരിവട്ടത്തിൻ്റെ പരിസര പ്രദേശത്തെ കേട്ടറിഞ്ഞ മനുഷ്യർ പ്രഭാത ഭക്ഷണ പൊതികൾ ഉണ്ടാക്കി നൽകി തുടങ്ങി. പിന്നീട് മരിച്ചുപോയ ജോൺ കുട്ടി സാറ് മദ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മദ്യപാനം നിർത്തിയ ആൾക്കാരോട് ഉച്ചഭക്ഷണം നൽകുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഉച്ചഭക്ഷണവുമായി മാറി. പിന്നീട് വളരെ വേഗമായിരുന്നു അത് വളർന്നത്. കൊച്ചിയിലെ എല്ലാ കോളേജുകളും പത്രങ്ങളൊക്കെ വലിയ വാർത്ത നൽകി. പിന്നീട് കൊച്ചിയിലെ എല്ലാ കോളേജുകളിലും ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ആഹാരം നൽകുന്നു, ഞങ്ങൾ പോയി ശേഖരിക്കുന്നു. എങ്ങനെ വളർന്നു. റെസിഡൻസ് അസോസിയേഷനുകൾ, LIC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കൊച്ചിയിലെ വലിയ എന്താ പറയുക, ഒരു വിപ്ലവം തന്നെ സ്നേഹത്തിൻ്റെ ഭക്ഷണം നൽകുന്നതിൻ്റെ ഉണ്ടായി. ഞങ്ങൾക്കത് കൊടുത്തു തീർക്കാൻ പറ്റാത്ത വണ്ണം ആൾക്കാർ നൽകാൻ തുടങ്ങി. സാമ്പത്തികമായി പ്രശ്നമുണ്ട്, കാരണം ഭക്ഷണം എടുക്കണം, കൊടുക്കണം. പിന്നീടത് കളമശ്ശേരിക്കും തൊപ്പുംപടിക്കും ഇടയിൽ 11 മണിക്കും 1:30-ക്കും 2 മണിക്കും ഇടയ്ക്ക് പല കോളേജുകളും റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ മുന്നോട്ട് വന്നു. ആഹാരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രക്രിയ അന്ന് വളരെ സജീവമായിരുന്നു. പിന്നീട് ഹൈക്കോടതിയും ഏറ്റെടുത്തു. അതാണ് വലിയൊരു, ഹൈക്കോടതിയിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായിരുന്ന ഷാജു സാറ് പറഞ്ഞ് ചീഫ് ജസ്റ്റിസിൻ്റെ അനുവാദം വാങ്ങുന്നു. തെരുവിൽ ആഹാരം കൊടുക്കരുത് എന്ന് പലരും പറയുമ്പോൾ, കൊച്ചിയിലെ അന്നത്തെ മേയർ പോലും തെരുവിൽ ആഹാരം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ കോർപ്പറേഷൻ ജീവനക്കാരനായിരുന്നു. എന്നാൽ ഈ ഷാജു സാറ് ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ മക്കളുടെ വിവാഹം തെരുവിലുള്ളവരെ ഒടൊത്താണ് നടത്തിയത്. അതിൻ്റെ കോർഡിനേഷനൊക്കെ ലവ് ആൻഡ് കെയർ അല്ലെങ്കിൽ ഞാനൊക്കെ ആയിരുന്നു. അത് കണ്ടാണ് ഷാജു സാറ് ഹൈക്കോടതിയിലേക്ക് പറയുന്നു. ഹൈക്കോടതിയിലെ ആഹാരം ആഴ്ചയിൽ ഓരോ ദിവസവും അഭിഭാഷകർ, ജഡ്ജിമാർ, ഉദ്യോഗസ്ഥർ, അങ്ങനെ ഹൈക്കോടതി ഇത് പദ്ധതി ഏറ്റെടുത്തു. ഹൈക്കോടതി ഏറ്റെടുത്തപ്പോൾ വീണ്ടും ഞങ്ങളുടെ പ്രവർത്തന ഭാരം അല്ലെങ്കിൽ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കൃത്യമായി 12 മണിക്ക് മുമ്പ് ആഹാരം കിട്ടും, അത് തെരുവിൽ കൊടുക്കണം. അങ്ങനെ അഗതി മന്ദിരങ്ങൾ കൊടുക്കലായി മാറി. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരള ഹൈക്കോടതി വർഷത്തിലൊരിക്കൽ 6000 പേർക്കുള്ള ഫുഡ് വർഷത്തിലൊരു ദിവസം, അത് 4 ജില്ലയിലുള്ള അഗതി മന്ദിരങ്ങളെ, കോട്ടയത്തു നിന്നും ഇടുക്കിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നൊക്കെ വന്ന് അവർക്ക് വെജിറ്റബിൾ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ കൃത്യമായി കൊടുക്കുന്ന ഒരു അവസ്ഥ പോലും കോവിഡിന് മുൻപ് ഉണ്ടായിരുന്നു. ദൈവം നടത്തിയ വഴി വളരെ വലുതായിരുന്നു. അത് കേട്ടറിഞ്ഞ ആൾക്കാർ തൃശ്ശൂർ, തിരുവനന്തപുരത്ത് ജോയ്ക്കുട്ടി, ഡൽഹിയിലെ ഭർണബാസ് പിതാവ്, എൻ്റെ കൂടെ പ്രവർത്തിച്ച അനിലിനെ വിളിച്ച്
ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ഈ ഭക്ഷണം വിതരണം ആരംഭിച്ചു. ലവൻകറിൻ്റെ അനിൽ അവിടെ പോയി, ഒരു ഓർഫനേജ് പോലും അവിടെ ഉണ്ടായി. ഞാൻ സമയപരിമിതി ഉണ്ടല്ലോ, ലവൻകെയർ ഇന്ന് കൊച്ചിയിൽ ആരംഭിച്ചത് അനേക ഹൃദയങ്ങൾക്ക് ആഹാരം നൽകാൻ ആഗ്രഹിക്കുന്നവർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വീകരിക്കാൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ സ്നേഹ വിപ്ലവമായി അത് മാറി. ഇപ്പോഴും അത് പഴയതുപോലെ വലിയ വിപുലമായിട്ടല്ലെങ്കിലും പ്രഭാതങ്ങളിൽ ഭക്ഷണം നൽകുന്നവരുണ്ട്. ഈ ഓണത്തിന് ഞങ്ങളോടനുബന്ധിച്ച് കിടപ്പ് രോഗികൾക്ക് ഞങ്ങൾ ഭക്ഷണ കിറ്റുകൾ സാധനങ്ങളായിട്ട് കൊടുക്കുന്നു. അത് എത്തിച്ചു കൊടുക്കുവാനുള്ള പലരും തയ്യാറാകുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നാം വിശ്വാസത്തിലാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള വ്യക്തികൾക്ക്, കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം, വസ്ത്രം, ആ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്, പലരും അവർക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന കമ്പ്യൂട്ടർ, വീട്ടുപകരണങ്ങൾ, ഓട് ഇങ്ങനെ കൊടുക്കാനുള്ളവർ പറയുകയും ഞങ്ങൾ അറിയിക്കുകയും കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു സന്തോഷം, ജാതി മത ഭേദമന്യേ അനേക ആയിരങ്ങൾ മുന്നോട്ട് വന്നു. കൊച്ചിയിൽ NR മേനോൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ഗിഫ്റ്റ് ബോക്സ്, മനോരമയിൽ വലിയൊരു വാർത്തയായിരുന്നു ഒരു പുതുവർഷത്തിൽ. സമ്മാനപ്പെട്ടികൾ ഞങ്ങൾ നഗരത്തിൻ്റെ പല ഭാഗത്ത് വെച്ചു. അവിടെ ആൾക്കാർക്ക് നൽകാം, ഞങ്ങളതെടുത്ത് കൊടുക്കും. തിയേറ്ററുകളിലൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണനായിരുന്നു ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ചുരുക്കത്തിൽ കൊച്ചി നഗരത്തിലെ നന്മ എന്തെങ്കിലും ഉള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനും വാങ്ങാനുമുള്ള ഒരു മാധ്യമമായി ഒരു പ്രസ്ഥാനമായി ലവൻകെയർ മാറി. അതിപ്പോഴും അതിൻ്റെ വലിയ രൂപഭാവത്തിൽ അല്ലെങ്കിലും കഴിയുന്ന രൂപത്തിൽ അത് നൽകുന്നവരുണ്ട്, എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പദ്ധതി മനോഹരമായി വളർന്നു. കുഞ്ഞുങ്ങൾക്കേറെ സന്തോഷമുണ്ട് ആ പദ്ധതിയിൽ കണ്ടും കേട്ടും കൊടുത്തുമൊക്കെ വളരാൻ. എൻ്റെ വൈഫ് എൽസി, അതുപോലെ തന്നെ 5 മക്കളുടെ അമ്മയായ മിനി ഡേവിസ്, ഇങ്ങനെ നിരവധി പ്രവർത്തകർ ഉണ്ട്, നിരവധി പ്രസ്ഥാനങ്ങൾ, എന്താ പറയുക, എല്ലാ വ്യത്യാസങ്ങളും മറന്ന് സ്നേഹത്തിൽ ഒരുമിക്കുന്ന ധാരാളം പേരുടെ ഒരു കാരുണ്യ പദ്ധതിയായിട്ട് അത് ഇന്നും തുടരുന്നുണ്ട് ലവൻകെയർ. ആകാശം നീളെ നിറയും ആത്മാവിൻ ഗന്ധം ചേർത്ത് കാലങ്ങളായി നീ വിരിയാതെ സൂക്ഷിച്ച് മനസ്സിൽ വിരിച്ച കയ്യൊപ്പ്, ഈ ജന്മത്തിൻ സ്വന്തം കയ്യൊപ്പ്. ഞാൻ സഭയുടെ ശുശ്രൂഷകളിലേക്ക് മാറുമ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രോലൈഫുമായി ബന്ധപ്പെട്ട് ഫാമിലി കമ്മീഷന് കീഴിലായിരുന്നു KCBC. ഫാമിലി കമ്മീഷനോടൊപ്പം വർഷത്തിലൊരിക്കൽ പ്രോലൈഫിൻ്റെ പ്രവർത്തനം ഒരു മീറ്റിംഗ് നടന്ന് അത് പിരിഞ്ഞുപോയി. പിന്നീട് അടുത്ത വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വാർത്താ റിപ്പോർട്ടർ എന്ന നിലയ്ക്കാണ് പ്രോലൈഫിൻ്റെ ശുശ്രൂഷകളോട് അടുക്കുന്നത് 2007-8 കാലങ്ങളിൽ. എന്നാൽ അന്നത്തെ ആനിക്കുഴിക്കാട്ടിൽ പിതാവ്, 15 മക്കളുള്ള കുടുംബത്തിൽ ജനിച്ച ആനിക്കുഴിക്കാട്ടിൽ പിതാവ്, ആ കാലത്ത് പിതാവിനോടുള്ള കോട്ടയിലച്ചൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു സംവിധാനമായി സഭയിൽ പ്രോലൈഫ് വേണം, കുഞ്ഞുങ്ങളെ എണ്ണം കുറയുന്നു, വിവാഹം വൈകുന്നു, വിവാഹം വേണ്ടെന്ന് പറയുന്നവരുണ്ടാകുന്നു, അപ്പോൾ സഭയ്ക്കുള്ളിലൊരു പ്രസ്ഥാനം പ്രോലൈഫ് വേണമെന്ന കേരളത്തിൽ ഒഴികെ മറ്റ് സ്റ്റേറ്റിൽ പോലും ഇല്ല. ഫാമിലി കമ്മീഷൻ CBCIക്ക് പോലും ഒരു പ്രോലൈഫ് സംവിധാനമില്ല ആ കാലയളവിൽ എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോഴാണ് നിർബന്ധം കൊണ്ടും സ്നേഹം കൊണ്ടും ആനിക്കുഴിക്കാട്ടിൽ പിതാവ് പ്രോലൈഫ് KCBCയുടെ ഒരു വിങ് ഉണ്ടാക്കുന്നു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനത്തിൽ, അതിൻ്റെ ആദ്യകാല പ്രവർത്തനത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ PRO, ജനറൽ സെക്രട്ടറി, പിന്നീട് അതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ ഞാൻ അതിൻ്റെ KCBC പ്രോലൈഫ് സമിതിയുടെ ആനിമേറ്ററാണ്. ആ കാലയളവിൽ വലിയ പ്രവർത്തനങ്ങൾക്ക് കർത്താവ് വഴിയൊരുക്കി. 2-ൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായാൽ ശിക്ഷ മാതാപിതാക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് അവകാശങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ ഒരു ബില്ല് കൊണ്ടുവന്ന കാലയളവിൽ അതിശക്തമായ പ്രക്ഷോഭം എന്ന് തന്നെ പറയാം. കേരളത്തിൽ തൃശ്ശൂരും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ സംഘടിപ്പിച്ച് ഞങ്ങളതിന് പകരമായി കണ്ടെത്തിയ ജീവസമൃദ്ധി എൻ്റെ ആശയമായിരുന്നു. അതിൻ്റെ ചീഫ് കോർഡിനേറ്റർ ആയിരുന്നു. 4 അതിലും മക്കളുള്ളവരും 15ഓളം മക്കളുള്ള പഴയ തലമുറയിലെ ആൾക്കാർ കേരളത്തിൻ്റെ 6 സ്ഥലങ്ങളിലായിട്ട്, എറണാകുളത്ത് തുടങ്ങി, ആലഞ്ചേരി പിതാവ് ഉദ്ഘാടനം ചെയ്തു, പാലക്കാട്, കണ്ണൂർ, കൊല്ലത്ത് സമാപിച്ചു, ചങ്ങനാശ്ശേരി, അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ 5000 കുടുംബങ്ങളെ ആദരിച്ചുകൊണ്ട് സഭയിലും സമൂഹത്തിലും കൂടുതൽ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാണെന്ന ജീവസമൃദ്ധി നടത്തി. മറ്റൊന്നായിരുന്നു കാരുണ്യ വർഷത്തിലെ കാരുണ്യ സന്ദേശയാത്ര എന്ന പേരിൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഓരോ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ യാത്ര ചെയ്ത് അവർക്ക് അന്നത്തെ ഫാമിലി കമ്മീഷൻ ചെയർമാൻ ഇടയേന്ദ്രത്ത് പിതാവ് ഒപ്പിട്ട
ഒരു മംഗളപത്രവും അല്ലെ സമ്മാനങ്ങളും ഒക്കെ നൽകുന്ന ഒരു വലിയ പദ്ധതി കാരുണ്യ സന്ദേശയാത്ര, അതിൻ്റെയും കോർഡിനേറ്റർ ഞാനായിരുന്നു. പിന്നീട് CBC പ്രോലൈഫ് സമിതി കഴിഞ്ഞ 2024 നടത്തിയ 18 ദിവസം നീണ്ടു നിൽക്കുന്ന കേരള സഭയിൽ എങ്ങനെയൊന്നും ആദ്യമാണ് തുടർച്ചയായിട്ട് കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ച മാർച്ച് ഫോർ ലൈഫ് ഇന്ത്യയുടെ മുന്നോടിയായിട്ട് തൃശ്ശൂരിന് നടന്ന ആ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് അതിൻ്റെ ജനറൽ കോർഡിനേറ്ററായിട്ടും ആശയ രൂപീകരണത്തിൽ ഞാൻ തന്നെയായിരുന്നു മുന്നിൽ. എന്നോടൊപ്പം ശ്രീ ജെയിംസ് എൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരവധി കർമ്മ പദ്ധതികൾ പ്രോലൈഫിൻ്റെ KCBC തലത്തിൽ മുഴുവൻ രൂപതകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് 3 റീത്തുകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നും സജീവമായി KCBC പ്രോലൈഫ് സമിതി പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോഴും തുടരാൻ കഴിയുന്ന എനിക്ക് സന്തോഷമുണ്ട്. ഈ ജന്മത്തിൻ സ്വന്തം കയ്യൊപ്പ്. സിറോ മലബാർ സഭയുടെ പ്രോലൈഫ് അപ്പോസ്റ്റലേറ്റിൻ്റെ ഒരു അപ്പോസ്റ്റലേറ്റ് കമ്മീഷൻ്റെ സെക്രട്ടറി ആകുക എന്നത് എന്നെ സംബന്ധിച്ചോളം വലിയ ഭയവും വലിയ ഉത്തരവാദിത്വവും നിറഞ്ഞൊരു കാര്യമാണ്. നമുക്കറിയാം 2000 വർഷത്തെ പാരമ്പര്യമുള്ള സിറോ മലബാർ സഭയുടെ ഒരു വലിയ സംവിധാനം ആദ്യം ആരംഭിക്കുമ്പോൾ അതിൻ്റെ സെക്രട്ടറിയായി ആഗോള വ്യാപകമായി പ്രവർത്തിക്കുക, ലോകത്തിലെ മുഴുവൻ രൂപതകളിലും പ്രോലൈഫ് സംവിധാനങ്ങൾ സജീവമാക്കുക എന്നതാണ് അതിൻ്റെ ദൗത്യം. ആദ്യത്തെ സെക്രട്ടറി ആകുമ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതും അതിൻ്റെ ഫണ്ട് കണ്ടെത്തേണ്ടതും പ്രവർത്തകരെ കണ്ടെത്തേണ്ടതും ഒക്കെ എൻ്റെ ചുമതലയാണെന്ന് എനിക്കറിയാം. എന്നേക്കാൾ ഏറെ കഴിവും പ്രാഗൽഭ്യവുമുള്ള നിരവധി പേരുകൾ നിർദ്ദേശിച്ചിട്ടും KCBC പ്രോലൈഫ് സമിതിയുടെ പ്രവർത്തനങ്ങളുമായും യോജിച്ചും അതിൻ്റെ താല്പര്യവും ചൈതന്യമൊക്കെ ഉൾക്കൊണ്ട് സിറോ മലബാർ സഭയിൽ ആഗോളതലത്തിൽ വേണം എന്ന് അഭിമന്യ ആലഞ്ചേരി പിതാവും അന്നത്തെ അറക്കൽ പിതാവും നിർദ്ദേശിച്ചെ തുടർന്നാണ് ആ പ്രവർത്തനത്തിൽ ആയത്. പിന്നീട് കല്ലറങ്ങാട്ട് പിതാവും പിന്നീട് നമ്മുടെ മടത്തിക്കണ്ടം ജോർജ് പിതാവും ഒക്കെ ചെയർമാനായിരുന്ന കാലയളവിൽ 8 വർഷത്തോളം എനിക്ക് സിറോ മലബാർ സഭയുടെ സിനഡിൻ്റെ ഭാഗമായിട്ട് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഒരു ടേം 3 വർഷമാണ് സാധാരണ നൽകുക. എനിക്ക് 2 ടേം കഴിഞ്ഞ് പിന്നെ 8 വർഷക്കാലം ആഗോള വ്യാപകമായി പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. അത് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. ആ കാലയളവിലാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി കാഴ്ച പരിമിതരുടെയും മൂക ബധിരരുടെയും സഹോദരങ്ങളുടെ കൂട്ടായ്മ മൗണ്ട് സെൻറ് തോമസിൽ സംഘടിപ്പിച്ചു. ഏകദിന പ്രോഗ്രാമായിരുന്നു. വിശുദ്ധ കുർബാന, ആ കാഴ്ച പരിമിതർ മാത്രം വരിക, അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, പിതാക്കന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, സമ്മേളനം നടത്തുന്നു, അവരെ ആദരിക്കുന്നു. അതുപോലെ തന്നെ മൂകബധിരരുടെയും അങ്ങനെ തന്നെ സഹോദരങ്ങൾ നടന്നു. അത് വലിയ ഉണർവുണ്ടായി കേരളത്തിൽ. അത് പിന്നീട് രൂപതകളിൽ അല്ലെങ്കിൽ ഓരോ മേഖലകളിൽ ഇന്നും അത് വളരെ സന്തോഷമുണ്ട്. എനിക്ക് അപ്രകാരമുള്ള സഹോദരങ്ങൾ ഇന്ന് കൂടിച്ചേരുന്നുണ്ട്. അവരെ സഭയുടെ മുഖ്യധാരയുമായി അടുപ്പിക്കുവാൻ, അവരും സജീവമായി പ്രോലൈഫിൻ്റെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുവാൻ അത് സഹായിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു തിരിച്ചറിവ്. കിടപ്പ് രോഗികളുടെ അല്ലെങ്കിൽ അവരെ കൂട്ടിരിപ്പുകാരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുവാനുള്ള ആഗ്രഹം ഇപ്പോഴുമുണ്ട്. ആ കാലയളവിലാണ് എനിക്ക് വിദേശത്ത് ഒക്കെ 2014 ആദ്യമായി ഞാൻ റോമിൽ പോകുക. അന്ന് ചാവറ പിതാവിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും അടുത്ത് അൽത്താരയോടടുത്ത് VVIP ഗ്രൂപ്പിൽ തന്നെ എനിക്ക് അന്ന് CMC സിസ്റ്റേഴ്സിൻ്റെയും CMI ഫാദേഴ്സിൻ്റെയൊക്കെ അവരുടെ പ്രത്യേക ഒരു ഇടപെടലുണ്ടായതുകൊണ്ട് അവരുടെ പാസ്സൊക്കെ വാങ്ങി നൽകിയതുകൊണ്ട് അന്ന് പോകാനും ആ ചടങ്ങിൽ ഏറ്റവും അടുത്ത് തന്നെ ആ തിരുക്കർമ്മങ്ങളിൽ നാമകരണ ചടങ്ങുകളിൽ ചാവറ പിതാവിൻ്റെയും ഉപ്രാസ്യമ്മയുടെയും ആ ചടങ്ങിൽ പങ്കെടുക്കുവാനായി സാധിച്ചു റോമിൽ. അതുപോലെ തന്നെ അന്ന് ഫ്രാൻസിസ് പാപ്പയുടെ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് വലിയൊരു അനുഭവം CCയിലും പാതുവയിലൊക്കെ പോയ ഒരു കാലയളവ്. ആഗോള സഭയിൽ പ്രോലൈഫിൻ്റെ സാധ്യതയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനായിട്ട് ഇനിമേറെ പ്രവർത്തിക്കാൻ പറ്റുമെന്നും ലോകത്തുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ സഭയിലേക്കും നമ്മുടെ സഭയിലെ പ്രവർത്തനങ്ങൾ ലോകവ്യാപകവുമായി വേണമെന്ന് ചിന്തിക്കാനിടവന്ന നാളുകൾ. പിന്നീട് 2024 കൂവക്കാട്ട് പിതാവ് കർദിനാളായപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടുകയും എനിക്ക് പോകാനും ഫ്രാൻസിസ് പാപ്പയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അനുഗ്രഹം സ്വീകരിക്കാനും വലിയൊരു ഭാഗ്യം ലഭിച്ചു. വിശുദ്ധ കുർബാനയിൽ കർദിനാൾമാരോടൊപ്പം പങ്കെടുക്കാനുള്ള അപൂർവമായൊരു അവസരം കിട്ടി. വീണ്ടും 2025 ഫ്രാൻസിസ് പാപ്പയുടെ വേർപാട് പറഞ്ഞപ്പോൾ അത് 2024 ശരിക്കും 15 ദിവസത്തേക്ക് മാത്രം വിസ കിട്ടേണ്ട എനിക്ക് അന്ന് മുമ്പ് പോയതുകൊണ്ടാകാം 6 മാസത്തെ വിസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ മരിച്ചപ്പോൾ പോയാൽ കൊള്ളാവുന്നൊരു ആഗ്രഹം തോന്നി. വളരെ പെട്ടെന്ന് തീരുമാനം എടുത്തു പോയി. അങ്ങനെ ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും
പിന്നീട് പുതിയ ലിയോ മാർപ്പാപ്പയുടെ ആ തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളിൽ 26 ദിവസം റോമിൽ ചെലവഴിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. ഈ നാളുകളിൽ ഇപ്പോൾ പ്രോലൈഫിൻ്റെ ഒരു ഗ്ലോബൽ ഫെലോഷിപ്പ് 24 വ്യക്തി സഭകളിലും പ്രോലൈഫിൻ്റെ അൽമായ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നു. അതിൻ്റെ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടും ഞാൻ പ്രവർത്തിക്കുക. ഞാൻ ഈ സമയത്ത് ഓർക്കുക, ഫ്രാൻസിസ് മാർപ്പാപ്പയെ കേരളത്തിൽ വന്നില്ല, ഇന്ത്യയിൽ വരുമെന്ന് നമ്മൾ ധരിച്ചു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കയ്യിൽ ഈ മലയാളം ബൈബിള്, അത് ഞാൻ നമ്മുടെ അനുഗ്രഹീതനായ കലാകാരൻ മരിച്ചുപോയ കിത്തോച്ചേട്ടനെ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ച് ഒരു 3 മണിക്കൂർ ഇരുന്ന് അത് വചനസ്മൃതി എന്നതാ ഇത് ഞാൻ ബൈബിളിൻ്റെ കവറായിട്ട് ഉപയോഗിക്കുമെങ്കിലും ഇത് ഒരു സ്മരണികയുടെ 25 വർഷമായ ബൈബിൾ സൊസൈറ്റിയുടെ അന്നത്തെ സ്മരണികയുടെ കവർ പേജ് ചെയ്തതാണ്. ഞാൻ ഓർക്കുക, കഴിഞ്ഞ ദിവസമാണ് ഓർത്തത്, ഈ ഫ്രാൻസിസ് പാപ്പയെ കാണാൻ ഒരു സാധ്യതയില്ലാത്തൊരു കാലത്ത് ഇപ്രകാരം ഇന്ത്യയിൽ വന്നേക്കും, കേരളത്തിലെ ബൈബിൾ സൊസൈറ്റിക്ക് മലയാളം ബൈബിൾ കൈ കൊടുത്തെങ്കിൽ ഈ പരിശുദ്ധ പിതാവിനെ ഓഫീസിൽ പോയി കണ്ട് നെറ്റിയിൽ അനുഗ്രഹം വാങ്ങി വലിയ ഭക്തവസ്തുക്കൾ ആശീർവദിച്ച് വാങ്ങാനും, ആ സമയത്ത് കൊടുക്കാൻ ഉപയോഗിച്ച ഷാള് ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ദേശീയ പതാക, ഞങ്ങളന്ന് ഇന്ത്യൻ ടീമാണല്ലോ കർദിനാൾ കൂവക്കാട്ടിൽ പോയെ, അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ദേശീയ പതാക, അതും അദ്ദേഹം ബ്ലസ് ചെയ്ത ചിത്രം ഇന്ന് പത്രങ്ങളിലൊക്കെ വന്നു. ആ ദേശീയ പതാകയും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓർത്തു, പാപ്പ വരുമ്പോൾ ആ ദേശീയ പതാകയുമായി ഇന്ത്യയിൽ അദ്ദേഹത്തെ കാണാമെന്ന്. അദ്ദേഹം ദൈവസന്നിധിയിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, യാദൃശികമായിട്ടല്ല ഞാൻ ഈ ഒരു സംഭവത്തെ കാണുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിലുണ്ടായ ഒരു വലിയ പ്രചോദനം ഇന്ന് ലിയോ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ പ്രോലൈഫ് ആഗോളതലത്തിൽ ശക്തമാകാനുള്ള ചെറിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിൻ്റെ സന്തോഷവും സംതൃപ്തിയും ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ KCBC പ്രോലൈഫ് സമിതിയും പ്രോലൈഫ് അപ്പോസ്റ്റലേറ്റും ആഗോളതലത്തിൽ ഇന്ന് ലോകവ്യാപകമായി കേൾക്കുന്ന വ്യക്തികൾ, പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ രാജ്യത്ത് നമ്മൾ ഏത് ഭാഷയിലുള്ളവരാകട്ടെ, ഏത് സഭയിലുള്ളവരാകട്ടെ, ജീവൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവനെ സ്നേഹിക്കുവാൻ, ആദരിക്കുവാൻ, സംരക്ഷിക്കുവാനുള്ള ഒരു സഭയുടെ ദൗത്യത്തോട് പങ്കാളിയായി പ്രവർത്തിക്കേണ്ട ഒരു വേദിയാണ് പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ്. അതിൽ സമർപ്പിതരുണ്ട്, അൽമായ പ്രേക്ഷിതരുണ്ട്, സഭയുടെ അധികാരികളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം നടക്കുന്നു. ഞാൻ ഈ സമയത്ത് പ്രോലൈഫിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഉചിതമാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധാരണ അബോർഷനെതിരെയുള്ള ഒരു ചെറിയ പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പായിരിക്കും ആയിരുന്നു പണ്ട്. എന്നാൽ അങ്ങനെയല്ല. ജീവനെ ഉദരത്തിലെ ഒരു കുഞ്ഞ് രൂപപ്പെടുന്ന ആ നിമിഷം മുതൽ ഒരു വ്യക്തിയാണ് എന്ന ബോധ്യം ആ അമ്മയ്ക്കുണ്ട്, മാതാപിതാക്കൾ കുടുംബത്തിനുണ്ട്. ആ കുഞ്ഞ് 9 മാസം കഴിഞ്ഞ് ഭൂമിയെ കാണുമ്പോൾ ഈ ശബ്ദവും വെളിച്ചവും കാണാൻ, ആ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് ഒരു മയവും മടിയുമില്ലാതെ സമൂഹത്തോട് തുറന്നു പറയുന്നതാണ് കത്തോലിക്ക സഭ, അതിൻ്റെ പ്രോലൈഫ് സംവിധാനം. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലുള്ള കുഞ്ഞുങ്ങളാകട്ടെ, അതിനെ വളർത്തുവാൻ മറ്റുള്ളവർ സഹായിക്കണം. ഇന്ന് 9 മക്കളുള്ള എത്രയോ പേര് കേരളത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ ഈ 9 കുഞ്ഞുങ്ങളെയും സിസേറിയനിലൂടെ സ്വീകരിച്ചവരുണ്ട്. അതുകൊണ്ട് ജീവൻ്റെ സംസ്കാരം പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും മുന്നേറുന്ന ഈ പ്രോലൈഫിൻ്റെ പ്രവർത്തനത്തിൽ വ്യക്തികളെന്ന നിലയിൽ, കുടുംബമെന്ന നിലയിൽ നമുക്ക് പങ്കാളികളാകാനായിട്ട് സാധിക്കും. അതിനുള്ള സാധ്യത സഭ ഒരുക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ പാസ്റ്ററൽ സെൻറ്റർ POC അതിൻ്റെ സബ് കമ്മിറ്റിയിൽ ഒരു കാലഘട്ടത്തിൽ സക്രിയാസ് പറനിലവച്ചനോടൊപ്പം അതിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു കോർ ഗ്രൂപ്പിൽ പ്രവർത്തിക്കാനായിട്ട് ദൈവം അവസരം നൽകി. അതുപോലെ KCBCയുടെ മീഡിയ കമ്മീഷനിൽ, ഐക്യ ജാഗ്രതാ കമ്മീഷനിൽ ഒക്കെ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായിരുന്നുകൊണ്ട് കേരള സഭയുടെ ആ വിഭാഗത്തിലൊക്കെ പ്രവർത്തിക്കാനുള്ള വലിയ സാഹചര്യങ്ങൾ ലഭിച്ചത് ഞാൻ ഓർക്കുന്നു. എന്നാൽ KCBCയുടെ ബൈബിൾ സൊസൈറ്റി, ലോഗോസ് നടത്തുന്ന ബൈബിൾ സൊസൈറ്റി ആണല്ലോ, അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട്, വൈദികനാണ് സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഒരു ടീമിൽ ഞാൻ പ്രവർത്തിച്ചു. ഏറ്റവും മികച്ച ആദ്യത്തെ ബൈബിൾ പ്രൊമോട്ടർക്ക് ഉള്ള അവാർഡ് എനിക്കായിരുന്നു. ഞാൻ 500ഓളം അംഗങ്ങളെ ഞാൻ കേരളത്തിൻ്റെ പല ഭാഗത്ത്, ഞാൻ ഈ പ്രോലൈഫിലും മറ്റു മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കയ്യിൽ മെമ്പർഷിപ്പ് ഫോമുണ്ട്. ബൈബിൾ സൊസൈറ്റിയിൽ അംഗത്വം നൽകിയവരാണ് പിന്നീട് വന്ന വൈസ് ചെയർമാന്മാരും സെക്രട്ടറിമാരും ഒക്കെ ഇപ്പോഴുള്ളവരും എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ഞാൻ വലിയൊരു സന്തോഷം ഓർക്കുന്നത് സിറോ മലബാർ സഭയുടെ ലിറ്ററേച്ചർ റിസർച്ച് സെൻറ്റർ LRCയുടെ അതിൽ റവറൻ ഡോക്ടർ, വൈദികർ മാത്രം പങ്കെടുക്കുന്ന ആ സെമിനാറുകൾ നിരവധി വർഷങ്ങൾ, അത്
വടേറ പിതാവിൻ്റെ ശേഷം വർക്കി പിതാവ്, ആലഞ്ചേരി പിതാവ്, ഈ കാലയളവിലൊക്കെ ആ 3 ദിവസത്തെ താമസിച്ചുള്ള മൗണ്ട് സെൻറ് തോമസിലെ സെമിനാറുകളിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ സഭാത്മക ബോധത്തെ വളർത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. LRCയിൽ ഈ സെമിനാർ എന്ന് പറയുമ്പോൾ അത് വൈദികരും സമർപ്പിതരും അൽമായർ വളരെ കുറച്ച് പേരും പങ്കെടുക്കുമ്പോൾ സഭയെക്കുറിച്ചുള്ള കൃത്യമായ പഠനവും ബോധ്യവും നമുക്ക് ലഭിക്കുന്നുണ്ട്. സഭയെ സ്നേഹിക്കുവാൻ മാത്രമല്ല, പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുവാൻ, അവിടെ ഒരു വെറുതെ ഇരിക്കുകയല്ല, സംവാദം നടത്തുവാൻ, വിമർശനം നടത്തുവാൻ, സഭയിൽ നവീകരണം ഉണ്ടാക്കുവാനൊക്കെ ഒരു മയവും മടിയില്ലാതെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടുണ്ട്.